ശ്രീ പാണ്ഡ്യാല ഷാജി, കഴിഞ്ഞ ദിവസം എം.വി. ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയതാണ് സഖാക്കൾക്ക് പണത്തിനോട് ആർത്തി. പലരും CPM അംഗത്വം എടുക്കുന്നത് തന്നെ പണ സമ്പാദനത്തിനാണ് എന്നുള്ള തുറന്നു പറച്ചിൽ. എത്രത്തോളം അപജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനെ ഒന്നും ഖണ്ഡിക്കുന്ന രീതിയിൽ മറ്റൊരു പരാമർശങ്ങളും വന്നില്ല. കാരണം അണികളുടെ ലക്ഷ്യം അതുതന്നെയാണ് എന്നുള്ളത് അണികൾക്കറിയാം. ഈ അണികളെ വച്ച് മുതലെടുക്കുന്ന അവിടുത്തെ നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ അണികൾ ഇത്ര ധൈര്യപൂർവ്വം വിലപേശി സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കാം എന്ന് പറയുന്നതും തുക കൈപ്പറ്റുന്നതും അത് വീതം വെച്ച് നൽകുന്നതും. എപ്പോഴെങ്കിലും ഈ വീതം വയ്ക്കലിൽ ഉണ്ടാകുന്ന അതൃപ്തിയാണ് പലപ്പോഴും പൊതുലോകം അറിയുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം ഒതുക്കി തീർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞതാണ് അതിനകത്ത് വസ്തുത. ഇത് ശരിക്ക് ഇപ്പോൾ ഒരു വളരെ പൊടുന്നരവേ രൂപം കൊണ്ടൊരു സംഭവം അല്ലത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനകത്ത് ഒരു പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞു, ദീർഘകാലം അതിനകത്ത് പ്രവർത്തിച്ചു, അയാളുടെ സത്യസന്ധതയും അയാളുടെ ധർമ്മബോധവും അയാളുടെ നീതിബോധവും പാർട്ടിയോടുള്ള അയാളുടെ യുക്തിഭദ്രമായ കൂറും വളരെ കൃത്യമായി പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അയാൾ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ നിന്ന് മെമ്പർഷിപ്പിലേക്ക് പോലും വരുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവെന്ന് പറയുമ്പോഴത്തേക്കും അയാൾ കുറെ കൂടി കൃത്യമായി റിഫൈൻഡ് ചെയ്യപ്പെടുന്ന ഒരാളായി മാറുകയാണ് ചെയ്തത്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഈ മെമ്പർഷിപ്പിലേക്ക് വന്നത് മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന ആളുകളുടെ മഹാഭൂരിപക്ഷം പേരും. അത് ഈ PSC അതിനകത്തെ മെമ്പർമാരായി വരാനുള്ള താല്പര്യങ്ങൾ, മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ സ്റ്റാഫായി വരുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇതിൽ പലപ്പോഴും വരുന്ന ആരാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ KGTA, KSTA, AKGCTA, AKPCTA ഇങ്ങനെ വരുന്ന അങ്ങേയറ്റം പലപ്പോഴും അങ്ങനെ പറയുന്നൊരു വിഷമമുണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധമായിരിക്കുന്ന അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് കയറിയിരിക്കാനുള്ള ഒരു വേദിയായി ഒരു മേഖലയായി പാർട്ടിയുടെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന സംവിധാനങ്ങളെ എന്താ പറയുക പരിണമിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കേരളത്തിൽ വന്നിരിക്കുന്ന ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായതിൽ പിന്നീട് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതിൽ പിന്നീടും മുഖ്യമന്ത്രിയായി ചേട്ടുകൂടാതെ കാലയളവിൽ വന്നിരിക്കുന്ന ഏറ്റവും മൗലികമായിരിക്കുന്ന ഒരു വിഷയം ആളുകളെ മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ കളവ് ചെയ്യാൻ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ കളവിന് കൂട്ടുനിന്ന് കൊടുത്ത് എന്ത് ചെയ്യാം, അവന്റെ വായ അടപ്പിക്കുക എന്നുള്ളതാണ്. കളവിന് കൂട്ടുനിൽക്കുക, അതിന്റെ വായ അടപ്പിക്കുക. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ ധർമ്മബോധവും നീതിബോധവും ഇന്ത്യയിലുള്ള ഒരു പാർട്ടിയാണ്, പ്രത്യേകിച്ച് കേരളത്തിലും ഈ CPI എന്നൊരു പാർട്ടി. ആ പാർട്ടിക്ക് അതിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഘടനാപരമായ മാറ്റങ്ങൾ, സൈദ്ധാന്തികമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ള ഗൗരവമേറിയിക്കുന്ന അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ട് പോലും അത്തരമൊരു അഭിപ്രായ നിലപാട് തുറന്നു പറഞ്ഞ് പുറത്തു വരാനുള്ള ഒരു ശേഷി അതിന് നഷ്ടമാകുന്നത് കേവലമായിരിക്കുന്ന ധാർമ്മിക വിഷയത്തിന്റെ മേലെ മാത്രമല്ല, അത് മറിച്ച് അതിനകത്ത് വിട്ടിരിക്കുന്ന ഒട്ടനവധി കുരുക്കുകൾ ഉണ്ടാക്കുന്നതിൽ CPMന്റെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിഗംഭീരമായി വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നത് ഇത് തിരുവനന്തപുരത്തും കേരളത്തിലെ മുഴുവൻ ആൾക്കും ഏതാണ്ട് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ CPI എന്ന് പറയുന്ന ഒരു പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ബന്ദിയാക്കി വെക്കുന്നതിൽ വളരെ സമർത്ഥമായി വിജയിച്ചിട്ടുള്ള കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും നീചനായ ഒരു രാഷ്ട്രീയ നേതാവും കൂടി, നേതാവെന്ന് പറഞ്ഞുകൂടാ, ഒരു പാർട്ടിയുടെ നേതാവും കൂടിയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയാതെ വയ്യ. ഇതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളെ മുഴുവൻ തന്നെ കളവ് നടത്താൻ പ്രേരിപ്പിക്കുക, കള്ളത്തരം ചെയ്യാൻ പ്രേരിപ്പിക്കുക, പറയാൻ പ്രേരിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, ഈ കേരളത്തിനകത്തെ പാർട്ടി സെക്രട്ടറി ആയതിൽ പിന്നെ പറയുന്ന കളവിന്റെ ഘോഷയാത്രകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ പറഞ്ഞ ഭാഷയിലല്ല ഞാൻ പറഞ്ഞത്, നമ്മളത് ഒരു പൊതുവെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോലൊരു വലിയ പാർട്ടിയുടെ ബഹുജനാടിത്തറയുള്ള വലിയ അംഗീകാരമുള്ള ഒരു പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത് അയാൾ വാസ്തവത്തിൽ കേരളത്തിലെ 3.25 കോടി മനുഷ്യരുടെ 3.25 കോടി മനുഷ്യരുടെയും ഉള്ളിനകത്ത് ബഹുമാനം ചോദിച്ചു വാങ്ങുന്നതല്ല, കൊടുക്കാൻ മാത്രം, വാങ്ങിയെടുക്കാൻ മാത്രം അർഹതയുള്ള ഒരാളാണ്. പക്ഷേ ഇയാൾ ഈ കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ശേഷം ചെയ്തു വെച്ചിരിക്കുന്ന കെടുതികൾ എന്താണ്? അത് മുഴുവൻ തന്നെ ജനവിരുദ്ധമായ യാത്രയുടെ ഘോഷയാത്രകളാണ്. മുഖ്യമന്ത്രിയായപ്പോൾ വന്നത് ഇത് തന്നെ. നിയമസഭക്കകത്ത് വെച്ച് ഇതുപോലെ കളവ് പറഞ്ഞിട്ട്, അറിഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞിട്ട്, ഇത്ര ബോധപൂർവം കളവ് പറഞ്ഞിട്ട് ഒരാളെ നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അയാൾ ജനനേതാവ് എന്ന് പറയുന്നത്? പത്രത്തിനകത്ത് എഴുതിയല്ലേ ജനനായകന്. എന്തടോ ജനനായകൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ പലപ്പോഴും പറയാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ നേതാവ് എന്ന് പറഞ്ഞാൽ ആധിപത്യമായിട്ട് ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ദ ലീഡർ ഓഫ് ദ മാസസ് ആണ്, ലീഡർ ഓഫ് ദ പാർട്ടി അല്ല, ദ ലീഡർ ഓഫ് ദ മാസസ്.
എന്നാണ് ഇയാൾ ലീഡർ ഓഫ് ദ മാസസ് ആയിട്ടുള്ളത് കേരളത്തിനകത്ത്? നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അയാൾ കേരളത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഏക സമരം ഏതാണെന്ന് അറിയാമോ? ഏക സമരം ഞാൻ ഇവിടെ വെച്ച് വെല്ലുവിളിക്കുകയാണ്. അത് കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ ഒരൊറ്റ സമരം 1969 ബ്രണ്ണൻ കോളേജിൽ ഇയാൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലയളവിൽ തലശ്ശേരി കോടതിയിൽ വിദ്യാർത്ഥികളുടെ KSF നടത്തിയിരിക്കുന്ന ഒരു പ്രതിഷേധ സമരമുണ്ട്. ആ പ്രതിഷേധ സമരത്തിലാണ് ഇയാൾ പങ്കെടുത്തത്. ഒരൊറ്റ സമരം 69-70 കാലയളവിൽ. ആ കാലയളവിൽ ബ്രണ്ണൻ കോളേജിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പേർക്കും തല്ലുകൊണ്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുന്ന ആളും കൂടിയാണ് ഇയാൾ. അന്ന് ഏറ്റവും മാരകമായി അടികൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നീട് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനും കൂടിയായിരുന്ന അഡ്വക്കേറ്റ് കെ ഇ ഗംഗാധരൻ വക്കീൽ. അതോടൊപ്പം തന്നെ ഒരു PV രാമചന്ദ്രൻ. ഇങ്ങനെ വരുന്ന ഒരു ഒട്ടനവധി ആൾ കൊണ്ടപ്പോൾ ഈ ചങ്ങായി ഓടി രക്ഷപ്പെട്ടാണ് ചെയ്തത്. ആ ഒരൊറ്റ സമരമാണ്. ഏത് സമരമുഖമാണ് ഇയാൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്? ഏത് സമരമുഖത്തിലാണ് ഇയാൾ പങ്കാളിയായിട്ടുള്ളത്? പൊതുജനത്തിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി, മനുഷ്യരുടെ സാമൂഹ്യ ബോധത്തിന് വിരുദ്ധമായി എന്നും സഞ്ചരിക്കുകയും തന്റെ അധമബോധവും വൃത്തികേടുകളും മുഴുവൻ ഇതിനകത്ത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക. ഈ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് PSCക്കകത്തുള്ള ഒരു കോട്ടൂടിയിലെ പ്രബോധനന്റെ പേരിലാണല്ലോ ഇപ്പൊ ഈ ഒരു ആരോപണ വിധേയം വന്നിട്ടുള്ളത്. ഇപ്പോ പത്രങ്ങളിലൂടെ വരുന്ന വാർത്തയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ആരെല്ലാമായിട്ടാണ് ബന്ധം? കോഴിക്കോടുള്ളവർക്ക് മുഴുവൻ അറിയാമല്ലോ, മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന തർക്കം എവിടെയാണ്? വാങ്ങൽ കൊടുക്കൽ സംഭവത്തിന്റെ അകത്തുണ്ടായിരിക്കുന്ന ചില തർക്കങ്ങളുടെ മേലെയാണ്, ഇടപാടുകളുടെ മേലെയാണ് അതുപോലെ പുറത്തു വരുന്നത്. ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നീറ്റ് പരീക്ഷ പാസ്സായോ പൊളിഞ്ഞു പോകുന്നതിനേക്കാളൊക്കെ പ്രധാനം എന്താ അറിയോ? അത് സെന്ററിൽ ഈ സംസ്ഥാനത്ത് പരീക്ഷയിൽ അക്ഷരം എഴുതാൻ അറിയാത്തവൻ PSC റാങ്ക് വാങ്ങിയിരിക്കുന്ന ചിത്രമുണ്ടായില്ല. ആരെ പേരിൽ നടപടിയെടുത്തു? ഈ കേരളത്തിൽ എത്ര വിദ്യാർത്ഥികളെയാണ് പൊട്ടന്മാരാക്കി വെച്ചത്? എത്ര ആളുകൾ പൊട്ടന്മാരാക്കി വെച്ചു? ഇതിനെ ന്യായീകരിക്കാൻ നമ്മൾ വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഇതിനെ നാശത്തിൽ നിന്ന് അതിനേക്കാൾ വലിയ മഹാപാതകത്തിലേക്ക് ചെല്ലുന്നതിന്റെ അച്ചാരം വാങ്ങിയിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നാണ് അതിന് പ്രാഥമികമായിരിക്കുന്ന അർത്ഥം. അവിടെ ഇത്തരം ഒരു അർത്ഥം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന മൂല്യബോധമുണ്ട്, അതിന്റെ രാഷ്ട്രീയ ബോധമുണ്ട്. ഈ രാഷ്ട്രീയ ബോധം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയോ? നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു മനുഷ്യനാവണം. മാർസിസ്റ്റ് പിന്നെയായിക്കോ. മനുഷ്യനാവാനുള്ള മാനസികാവസ്ഥ വരില്ല, ഭരിക്കാൻ മാത്രം ഇറങ്ങിപ്പൊട്ടപ്പെടുന്ന അവസ്ഥയാണിത്. പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും പറഞ്ഞില്ലേ തിരുത്തണം എന്ന് പറഞ്ഞ് തിരുത്തിയോ? അത് അത്തരം ഒരു മാറണമെന്നുള്ള അഭിപ്രായം വരുമെന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ നിയമസഭയ്ക്ക് ഇയാൾ പറഞ്ഞത് AK ആന്റണി പണ്ട് മാറിയ രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ ഇല്ല, അവിടെ ഞാൻ മാറുമെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ്. ഇത് ആർക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണിത്? ആർക്ക് കൊടുത്ത മുന്നറിയിപ്പാ? സെൻട്രൽ കമ്മിറ്റിക്കും പോളിറ്റ് ബ്യൂറോയും കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ്. ഞാൻ മാറില്ല എന്ന് ഉറപ്പായപ്പോഴാണ് MA BME പോലുള്ള വിദ്വാൻമാർ എന്ത് ചെയ്യുന്നതറിയോ? ഇപ്പൊ ഈ പുതിയ കുറിപ്പുകളുമായി രംഗത്ത് വരുന്നത്. എവിടെയും തൊടാത്ത സാധനം, എന്നിട്ട് പാർട്ടിക്ക് അത്ര മെമ്പർമാരെ പറ്റിക്കുക. അതിനർത്ഥം എന്താണെന്നറിയോ? ഇനി ഇതിനേക്കാൾ വലിയ അഴിമതികളെ മാറുന്ന കഥകൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം കൂടി അതിനകത്ത് കടത്തിയാൻ പറയുകയാണ്. ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വളരെ ഗൗരവമായിരിക്കുന്ന വിഷയം ഏതാണ്? ഈ എക്സാലോജിക് എന്ന് പറയുന്നൊരു കമ്പനിയുടെ കള്ളക്കമ്മട്ട കമ്പനി ഉണ്ടാക്കുമ്പോൾ ആ കള്ളക്കമ്മട്ട കമ്പനിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അഡ്രസ് കൊടുത്തത് ആരുടെ അഡ്രസ്സാ കൊടുത്തത്? AKG സെന്ററിന്റെ അഡ്രസ്സാ കൊടുത്തത് അല്ലേ? അന്ന് ഇയാൾ പാർട്ടി സെക്രട്ടറിയാണ്. തന്റെ മകൾ നടത്തുന്ന ഏറ്റവും വലിയ കള്ളക്കമ്മട്ട കമ്പനിക്ക് ബഹുമാനായിരിക്കുന്ന AKGയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന AKG സെന്ററിന്റെ അഡ്രസ് കൊടുക്കുമ്പോൾ ഇയാളെ ഏത് കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടാണ് ഇത്ര ഒരു മഹാപാതകം ചെയ്തത്? കേരളത്തിൽ എത്ര പാർട്ടി മെമ്പർമാർ ചോദിച്ചു? ഗോവിന്ദൻ ചോദിച്ചോ? സെക്രട്ടേറിയറ്റ് ചോദിച്ചോ? സംസ്ഥാന കമ്മിറ്റി ചോദിച്ചോ? ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ ബ്രാഞ്ച് കമ്മിറ്റിയോ ചോദിച്ചോ? ഇത് ഉണ്ടായിട്ട് പോലും ഒരക്ഷരം പോലും ഉണ്ടാതെ ഇയാൾക്ക് സിന്ദാബാദ് വിളിക്കാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടായാൽ എന്താണെന്നറിയോ? ഈ പാർട്ടി നന്നാവുകയല്ല ചെയ്യുക. അതിന്റെ ആത്മനാശപ്പെടുത്തിയ ഷേക്സ്പിയറിന്റെ മാക്ബത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഓപ്പണിംഗ് സീനുണ്ട്. ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ. അതിന് സമാനമായ അവസ്ഥയിലേക്ക് കേരളത്തെ സർവനാശത്തിലേക്ക് കൊണ്ടുപോയി എത്തുകയാണ് വാസ്തവത്തിൽ ഇയാൾ ചെയ്തത്. അതുകൊണ്ട് അഴിമതി എന്ന് പറയുന്നത് ഇതിന്റെ സാർവത്രികമായിരിക്കുന്ന സംഭവമായി മാറിയിരിക്കുന്നു. അതിന് ഒരൊറ്റ കുലപതിയേ ഉള്ളൂ. ആ കുലപതി സത്യത്തിൽ ഈ മനുഷ്യൻ മാത്രമാണ്, മറ്റൊരാളുമല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് ഒരു വിമോചനം ഉണ്ടാവുക അല്ലെങ്കിൽ മോചിക്കപ്പെടുക എന്നൊരവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇയാളെ റിമൂവ് ചെയ്യണം. ഈ റിമൂവ് ചെയ്യണം എന്നുള്ള അവസ്ഥ വരുന്നു എന്നുള്ള ഒരു ട്രെൻഡ് വരുമ്പോഴാണ് SFIയുടെ പേരിൽ എന്ത് ചെയ്യുക? ബിലോയിസത്തിന്റെ ഒരു വധഭീഷണി സാധനം വരും. എത്ര ലാഘവത്തോടെയാണ് നേരത്തെ സംസാരിച്ച പ്രൊഫസർ പറഞ്ഞത്? എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞ് ആരാണ് അതൊക്കെ ബോധ ചെയ്യുന്നത്? തിരിച്ച് ചോദിക്കട്ടെ പ്രൊഫസറെ, ഇത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഇങ്ങനെ കത്ത് എഴുതിയിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? സെൻട്രലിന്റെ അഴിവഴിച്ചാലും പുറത്തു വരുമോ?
പുറത്തു വരുമോ? നമ്മുടെ ഒരാളെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ പിന്നെ വിമർശിക്കാതിരിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതിനകത്ത് യുക്തിയുടേതായിരിക്കുന്ന ചെറിയ ഒരു ഘടകമെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ഘടകവുമില്ലാതെ പരസ്യമായി ന്യായീകരിക്കേണ്ടി വരിക എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഒരാളുടെ നിസ്സഹായമായിരിക്കുന്ന അവസ്ഥയാണ്. രാഷ്ട്രീയം ദുർബലമായി തീർന്നതിന്റെ പരിണതിയും കൂടിയാണ്. ഇങ്ങനെ പരിണതിയുള്ള ആളുകളാണ് വാസ്തവത്തിൽ എന്തായെന്നറിയോ? ഈ പറയുന്ന പാർട്ടിയെ, ഈ മഹത്തായ പാർട്ടിയെ ഈ നാശത്തിന്റെ പടുകുഴിയിലേക്ക് എവിടെയുണ്ട് ഇപ്പൊ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ? എവിടെയുണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ? എവിടെയുണ്ട് പുരോഗമന കലാസാഹിത്യത്തിന്റെ ആളുകൾ? ഒരൊറ്റ ഒരുത്തുന്നാവുണ്ടോ ഇപ്പോ? ഇവരെല്ലാം ഇപ്പൊ ഞാനും തിരിച്ചൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പ്രഭാഷണം നടത്തിയിരിക്കുന്ന ഒരാളായിരുന്നല്ലോ ഈ സുനിൽ പി ഇടയിളം, അല്ലേ? ഈ നടത്തിയിരിക്കുന്ന പ്രഭാഷണത്തിന്റെ അകത്തെ സ്റ്റേജുകളും അത് ഉണ്ടായി എന്ന് പറയുന്ന ആളുകളുടെ എണ്ണവും എടുത്തിരുന്നെങ്കിൽ ഈ കേരളം എത്രമാത്രം പ്രബുദ്ധമായേനെ, അല്ലേ? എന്റെ പ്രബുദ്ധമായോ? എന്താ സംഭവിച്ചത്? ഈ കഴിഞ്ഞ ദിവസം പോലും MP ഗോവിന്ദൻ കൊടുത്തിരിക്കുന്ന പ്രസ്താവന, പത്രത്തിൽ വന്നിരുന്ന വാർത്ത എന്താണെന്നറിയോ? ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് പാർട്ടി പ്രവർത്തകന്മാർ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടണം, സജീവമായി ഇടപെടണമെന്നാണ്. അല്ലേ? ഈ പറയുന്ന വിഷയത്തിന്റെ മേലെയാണ് ഞാൻ ഇതുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തെ ഞാൻ അത് കൂട്ടിച്ചേർക്കുകയാണ്. അവിടെയാണ് ഈ കൂടോത്രം എന്ന് പറയുന്ന സംഭവം, കണ്ണൂരിലുണ്ടായ സംഭവത്തിന് മുമ്പ് വലിയ വിവാദങ്ങൾ ഉണ്ടായല്ലോ. ഈ കൂടോത്രം എന്ന സംഭവത്തിന് മുമ്പ് വന്നപ്പോ ഞാൻ തിരിച്ചു വയ്ക്കൽ, മരിച്ചു പോയിരിക്കുന്ന കോടിയേരി ഉണ്ടല്ലോ, ഈ കോടിയേരിയുടെ ഭാര്യ കൊണ്ടുപോയിട്ട് പൂമൂടൽ കർമ്മം നടത്തിയത് എവിടെയാണ്? മലപ്പുറത്തെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ടാണ് പൂമൂടൽ ഈ സംഭവം നടത്തിയത്, അല്ലേ? കേരളത്തിലെ മരിച്ചു പോയിരിക്കുന്ന മുഖ്യമന്ത്രിയിലെ സഖാവ് ഇ.കെ. നായനാർ, നായനാരുടെ ഭാര്യ നായനാരുടെ ചിതാഭസ്മം നിബന്ധന ചെയ്ത എവിടെയാ? കന്യാകുമാരിയിൽ കൊണ്ടുപോയിട്ട്, അല്ലേ? എത്രയാണ് ലിസ്റ്റ് വായിക്കണം? അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോൾ ഇരിക്കുന്ന MP ഗോവിന്ദൻ കണ്ണൂരിൽ നടത്തിയിരിക്കുന്ന ഒരു KSTA സംസ്ഥാന സമ്മേളനമോ ജില്ലാ സമ്മേളനം എനിക്ക് ഓർമ്മയില്ല, ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇയാൾ പറഞ്ഞത് മാർക്സിയൻ ഡയലക്റ്റിക്സ് ഇന്ത്യയിൽ പ്രയോഗത്തിൽ വരുത്തുക സാധ്യമല്ല. ഞാൻ അന്ന് തന്നെ ഒരു പരിപാടി ഞാൻ പറഞ്ഞാണ്, ഇയാൾ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത്, ആ നിമിഷം ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത്. മാർക്സിയൻ ഡയലക്റ്റിക്സ് ഇന്ത്യയിൽ പ്രയോഗത്തിൽ വരുത്തുക സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പൊളിറ്റിക് ബ്യൂറോ മെമ്പറായി നിന്നുകൊണ്ടാണ് ഈ പ്രസ്താവന ഇയാൾ നടത്തിയത്. നിങ്ങൾ ആരുടെ പക്ഷമാണ്? നിങ്ങൾ ഏത് കൂടോത്രത്തിന്റെ സംഭവത്തിന്റെ പോലെ നിങ്ങൾ എതിർക്കുന്നത്? എന്താണ് നിങ്ങളുടെ വാസ്തവത്തിൽ അതിന്റെ കണ്ടന്റ് എന്താണത്? ആളുകളെ പറ്റിക്കാനും നടത്തുന്ന അഭ്യാസങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഷാജി, താങ്കളിലേക്ക് എത്താം. ശ്രീ ജയരാജ്, ഒരു ഏകാധിപതിക്ക് കീഴിൽ ഇങ്ങനെ നിസ്സഹായമായി നിൽക്കുന്ന രാഷ്ട്രീയ ദൗർബല്യമായി മാറുകയാണോ CPM? ഫിൽ കോളിൻസിന്റെ ഒരു സോങ് ഉണ്ട്, വളരെ പ്രശസ്തമായ സോങ് ആണ്. അതിനകത്ത് വി ഓൾവേസ് നീഡ് ടു ഹിയർ ബോത്ത് സൈഡ്സ് ഓഫ് ദ സ്റ്റോറി. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോ വൺ സൈഡഡ് ആയിട്ട് ഹേറ്റ്രഡ്, ഒരു മനുഷ്യനെ മാത്രം ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പാർട്ടിയാണ് CPIM എന്ന്. ഈ എത്ര സൈദ്ധാന്തിക നിലപാടുള്ള ആളാണെങ്കിലും അങ്ങനെ ഒരു 1 പോയിന്റ് അജണ്ട, ഒരു ലീഡർ മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചേഞ്ച് ആവും എന്നൊക്കെ പറയുന്നത് എന്തൊരു ബാലിശമായിട്ടുള്ള അഭിപ്രായമാണ്, എന്ത് സൈദ്ധാന്തിക അടിത്തറയാണ്, എന്ത് സൈദ്ധാന്തിക ബോധമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് എനിക്കറിയില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ കൂടോത്ര വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് അമ്പലങ്ങളിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചാണ്. പൂമൂടൽ അല്ലെങ്കിൽ കന്യാകുമാരിയിൽ ചിതാഭസ്മം ഒഴുക്കുന്നതൊക്കെ അവരവരുടെ ബെറ്റർ ഹാഫ്സിന്റെ, ഇപ്പൊ EMS നമ്പൂതിരിപ്പാടാണെങ്കിലും EMS നമ്പൂതിരിപ്പാടിന്റെ ഭാര്യ വിശ്വാസി ആയതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അവർ പോയപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് EMS വിശ്വാസി ആയതുകൊണ്ടല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ പൂമൂടലിന് പോയത് അവിടുത്തെ ഒരു പ്രത്യേക വഴിപാടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവരുടെ വിശ്വാസമാണ്. ഇപ്പൊ എന്റെ ബെറ്റർ ഹാഫ് എന്നെ പോലെ തന്നെ ചിന്തിക്കണമെന്നും അവരുടെ സ്വാതന്ത്ര്യത്തിന് ഞാൻ കടന്നു കയറണമെന്നും ആഗ്രഹമില്ലല്ലോ. സ്വാഭാവികമായിട്ടും കൂടെ നടത്തുന്ന, ഒരുമിച്ച് പ്രവർത്തനം നടത്തുന്ന രണ്ടുപേരാണെങ്കിൽ രണ്ടുപേരും, ഇപ്പൊ KR ഗൗരിയമ്മയും TV തോമസും അങ്ങനെയുള്ള ആളാണ്. അങ്ങനെ ഒരു ഫാമിലിയിലായിട്ട് തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇത് സംഭവിക്കുക. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വന്ന് വിവാഹം കഴിച്ചു. ഇപ്പൊ ശാരദ ടീച്ചറിന്റെ ആഗ്രഹമായിരിക്കും 3 സമുദ്രങ്ങളും ചേരുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇത് നിമജ്ജനം ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ഇതുമായിട്ട് കൂടോത്രം ചെയ്യുന്നത് പോലുള്ള അധമ പ്രവർത്തികളുമായിട്ട്, അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ ഈ കൊയിലാണ്ടി കോളേജ് സംഭവത്തിനെ കുറിച്ച് ജോർജ് വാഷ് പറയണ്ടായി. അതിനകത്ത് ഈ കൊയിലാണ്ടി കോളേജ് സംഭവത്തിൽ നമ്മളെല്ലാവരും കണ്ടത് എന്താ, ഒരു SFI നേതാവ് കാല് വെട്ടുമെന്ന് പറയുന്നതാണല്ലോ എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും, അല്ലെങ്കിൽ എഴഞ്ഞു കയറും അല്ലെങ്കിൽ കാലിൽ നടന്നു കയറില്ല എന്നൊക്കെ പറയുന്നതാണല്ലോ കണ്ടത്.
അവിടെ കർണപുടം അടിച്ച് തകർന്ന് ആ ചെവി പോലും കേൾക്കാനാവാതെ ബധിരനായ ഒരു വിദ്യാർത്ഥി ആശുപത്രി കിടപ്പുണ്ട്. ആ കുട്ടിയോട് ചെന്ന് ചോദിക്കുക, അവിടുത്തെ ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഭീകരനുണ്ടല്ലോ, പ്രിൻസിപ്പൾ ഒന്നിന്റെ സ്വേച്ഛാധിപതിയായിട്ട് പെരുമാറുന്ന പ്രിൻസിപ്പൾ, ആ പ്രിൻസിപ്പൾ അടിച്ചു പിടിച്ച വിദ്യാർത്ഥിയുടെ കർണപുടമാണ്. അത് ആര് റീബിൽഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. എത്ര സർജറി ചെയ്താലാണ് ഇരച്ചു കയറുന്ന SFI ഗുണ്ടകൾ ആ പ്രിൻസിപ്പലിനെ തല്ലി ചതയ്ക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പുറത്തുനിന്ന് വിദ്യാർത്ഥികൾ വന്ന് അടിക്കുന്നതാണ്. പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്യുന്നതാണ്. ആ കോളേജിൽ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരു കുട്ടി പോലും കൈകാര്യം ചെയ്യുന്നില്ല. ആർക്കും സംശയമില്ല. ഇതാണ് വിഷയം. ശ്രീ ജയരാജ്, ഇവിടെ തിരുത്തലിന് യാതൊരു തരത്തിലും ഞങ്ങൾ വശംവദരാകില്ല എന്നുള്ള രാഷ്ട്രീയ ധാർഷ്ട്യം തന്നെയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും വിമർശിച്ചാൽ അതിനെ ഖണ്ഡിച്ചു പറയുകയും അല്ലെങ്കിൽ വിമർശിക്കുന്നവന്റെ കൈകാൽ വെട്ടുകയും അല്ലെങ്കിൽ ഇനി നിങ്ങൾ കാണില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഈ ഭീഷണി സ്വരം മാത്രമേ ഉള്ളൂ. ശ്രീ ജയരാജ്, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ സൈദ്ധാന്തിക അടിത്തറയെ കുറിച്ച് ശ്രീ പാണ്ഡ്യാല ഷാജി ഇവിടെ പറയുണ്ടായി. അതായത് ഇവിടെ നിന്ന്, അതായത് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്, ഇവിടെ ഈ പറഞ്ഞ വിപ്ലവം സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റിൽ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടിയിരുന്നു. ഇവിടെ CPI ML ഉണ്ടായിരുന്ന സമയത്ത് കെ വേണു എല്ലാവരും കൂടെ ചൈനയിൽ ചെയർമാൻ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള മാവോ സേതുങ്ങിന് കത്തെഴുതി. അപ്പോൾ പറഞ്ഞ് ഇന്ത്യയിൽ ഇതുപോലെ വിപ്ലവം നടത്താൻ വേണ്ടിയിട്ട് സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ മാവോ അവരോട് പറഞ്ഞ എന്താണെന്നറിയോ, ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലവിലുണ്ടല്ലോ, ആ ജനാധിപത്യ വ്യവസ്ഥിതി നിലവിലുള്ളപ്പോൾ ആ വ്യവസ്ഥിതിക്ക് അകത്ത് നിന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. അതുപോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇത്തരത്തിലുള്ള വിപ്ലവങ്ങൾ നടത്തേണ്ടതെന്ന് മാവോ സേതുങ്, അന്ന് ക്രാന്തദർശിയായ മാവോ സേതുങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഉൾക്കൊണ്ടുനിന്നുകൊണ്ട് ജനാധിപത്യ രീതിയിൽ പെരുമാറുന്ന ഒരു പാർട്ടിയാണ്. അല്ലാതെ ക്യൂബയിലെ പോലെ, വെനസ്വേലയിലെ പോലെ, ചൈനയിലെ പോലെ, അല്ല മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യം വിയറ്റ്നാമിനെ പോലെ അല്ല ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തോടി ഇലക്ഷനൊക്കെ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് EMSന്റെ ഗവൺമെന്റ് ആദ്യമായിട്ട് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഛത്തീസ് ജഗൻ EMS തന്നെ പറയുന്നെങ്കിലും ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടിയായി മാറുന്നത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് വരുന്നത് ആശയ പ്രചരണങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ജനാധിപത്യ ബോധം ശ്രീ ജയരാജ് വന്നത് വോട്ട് ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായി ഇതിനെ സംബന്ധിച്ച് താങ്കൾ മനസ്സിലാക്കണം. ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഇലക്ഷനുകൾ. കുടുംബത്തോടൊപ്പം കോന്നി MLA ക്ഷേത്ര ദർശനം നടത്തിയതിന് പാർട്ടി തലത്തിൽ വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്ത അതേ പാർട്ടിയാണ് ഇപ്പോൾ ഈ ജനാധിപത്യ സംരക്ഷണം എന്നുള്ള പേരിൽ ക്ഷേത്രങ്ങളിൽ കടന്നുകൂടണം. MV ഗോവിന്ദന്റെ പ്രസ്താവന അങ്ങനെയാണ്, വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുനിൽക്കരുത്. പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും ശ്രീ ജയരാജ്, പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ക്ഷേത്രത്തിൽ ഇടപെടണം, വിശ്വാസികളെ കൂടെ നിർത്തണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണ്. ഈ കണക്കുകൾ പിഴച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ പുതിയ നയം? പുതിയ നയമൊന്നുമല്ല. ഇതിനകത്ത് ജനാധിപത്യ സംവിധാനത്തിലെ പാർട്ടി ഉപയോഗിക്കുന്നത് അതിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. ജയം പരാജയമൊക്കെ ഇലക്ഷൻ ഉണ്ടാവും. ഇലക്ഷന് തീർച്ചയായിട്ടും ജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ AK ആന്റണി പറഞ്ഞ പോലെ ഇനി 100 വർഷത്തേക്ക് കേരള നിയമസഭയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല, ഇടതുപക്ഷക്കാരെ പ്രവേശിക്കാൻ അനുവദിക്കത്തില്ല, ഇതോടുകൂടി എല്ലാം നശിച്ചു, ഇതോടുകൂടി തീർന്നു, ഇതോടുകൂടി ഇത് ബംഗാളും ത്രിപുരയായി മാറും, ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നൊക്കെ പറയുന്നവർക്ക് വ്യാമോഹങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ശരി, അതെന്തായാലും വരും കാലങ്ങളിൽ കാണാൻ സാധിക്കും. ശ്രീ AG ജോർജ്, ഇവിടെ ധനസമ്പാദനത്തിനു വേണ്ടി പാർട്ടി അംഗത്വം എടുക്കുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആഘോഷപൂർവ്വം ആ ചടങ്ങ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കുന്നത്. അന്ന് ആ വ്യക്തി പറഞ്ഞത് കാപ്പ കേസ് ഉൾപ്പെടെ ധാരാളം ക്രിമിനൽ കേസുകളുണ്ട്, എന്തായാലും ഈ പാർട്ടി അംഗത്വം ഏറ്റെടുക്കുന്നതിലൂടെ താൻ അതിൽ നിന്നൊക്കെ പരിരക്ഷിക്കപ്പെടും, തുടർന്നുള്ള ഭാവി ശോഭനമാകുമെന്നാണ്. ഗുണ്ടകൾക്കും ലഹരിക്കടത്തുകാർക്കും ഒക്കെ വേണ്ടിയുള്ള ഭാവി ശോഭനമാക്കാനുള്ള ഒരു പാർട്ടിയായി അധപ്പതിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതിൽ തലമുതിർന്ന നേതാക്കൾക്കെങ്കിലും അല്പമെങ്കിലും ഒരു ജാള്യത തോന്നണ്ടേ? രോഹിണി, രാഷ്ട്രീയത്തിലെ ഒരു ധാർമ്മികതയും സദാചാര ബോധവും ഒക്കെ ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും BJPയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണെങ്കിലും ഒക്കെ ഒരു ധാർമ്മികതയും ഒരു നൈതികതയും അതുപോലെ തന്നെ ഒരു സദാചാര ബോധവും ഉണ്ടാകണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിനോട് ചേർന്ന് വായിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ എങ്ങനെ വിളിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രോഹിണി പറഞ്ഞതുപോലെ
ഏതെല്ലാം അധർമ്മ പ്രവർത്തനങ്ങളോ അക്രമ പ്രവർത്തനങ്ങളോ നടത്തിയാലും അവരെ പൂർണ്ണമായി സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതായിട്ടുള്ള അക്രമ സംഘങ്ങൾ പാർട്ടിയിൽ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തിയതാണ് ഈ രോഹിണി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംഭവത്തിൻ്റെ ചിത്രം കണ്ടപ്പോൾ ആക്ഷരികമായി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർ മാലയിട്ട് സ്വീകരിച്ച പ്രതി എന്ന് പറയുന്നത് കാപ്പ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നയാളാണ്. അദ്ദേഹം 2-3 പ്രാവശ്യം ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം വീണ്ടും സമാനമായ കുറ്റങ്ങൾ ചെയ്തപ്പോൾ പിന്നാലെ തിരിച്ച് ജയിലിലേക്ക് പോവുകയും ഏറ്റവും ഒടുവിലും ഒരു ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു മന്ത്രി അവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രം കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി. അങ്ങനെ ഒരാളിനെ യാതൊരു കൂസലുമില്ലാതെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമ്പോൾ രോഹിണി ആ സംഭവം നൽകുന്ന സന്ദേശം എന്താണ്? പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെപ്പോലെ തന്നെ ഒരു കോളേജ് അധ്യാപകനാണ് ഡോക്ടർ ബി ജയരാജ്. അദ്ദേഹം എത്ര ലഘുവായി മാർദ്ദവത്തോടു കൂടിയാണ് ഈ പറയുന്ന കൊയിലാണ്ടി കോളേജിലെ സംഭവം നടന്നത്. അങ്ങേക്കറിയാമല്ലോ, കേരളത്തിൽ കൊയിലാണ്ടി കോളേജിലെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഈ കേരളത്തിലെ കോളേജുകളിൽ ഞാനും താങ്കളും പ്രവർത്തിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മൾ കാണുന്നത് കുറേ കാലങ്ങളായി ഞാനും താങ്കളുമൊക്കെ കോളേജിൽ പഠിച്ച കാലത്ത് ഈ തരത്തിൽ ഒരു പ്രിൻസിപ്പലിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ കരണത്തടിക്കാൻ എൻ്റെയോ അങ്ങയുടെയോ കൈ ഒരിക്കലെങ്കിലും ഉയർന്നിട്ടുണ്ടോ, അല്ലെ ഉയരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിചാരം. താങ്കൾ എന്നോട് സമ്മതിക്കുമെന്നാണ് എൻ്റെ വിചാരം. സ്വന്തം കോളേജിൽ പഠിക്കുന്ന പ്രിൻസിപ്പലിന്റെ കരണത്തടിക്കുകയും അദ്ദേഹത്തിന്റെ ഞാനൊന്ന് പറഞ്ഞു ജയരാജൻ ഞാനൊന്ന് പറഞ്ഞു തന്നോട്ട് ദയവായി ശ്രമിക്കണം. അങ്ങ് പറഞ്ഞ 2ാം ഭാഗത്തിലേക്ക് വരികയാണ്. അങ്ങ് പറഞ്ഞല്ലോ അവിടുത്തെ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ ചെവിക്കൽ അല്ലെങ്കിൽ കരണക്കുറ്റിക്ക് അടിച്ചു, അദ്ദേഹത്തിൻ്റെ ചെവിക്കെന്തോ കേടുപറ്റി. തീർച്ചയായും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ അല്ല വൈസ് ചാൻസലർ ആണെങ്കിലും ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കാര്യത്തിൽ ജയരാജനോട് ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. ഒരു പ്രിൻസിപ്പലിനും ഒരു വിദ്യാർത്ഥിയുടെയോ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെയോ കരണത്തടിച്ച് അവൻ്റെ കർണപുടം നശിപ്പിക്കാൻ അവകാശമില്ല. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ അവിടുത്തെ പൂർണ്ണമായ ചിത്രം ഒരു ഭാഗമായി അടർത്തിയെടുത്തുകൊണ്ട് ആ തരത്തിൽ വ്യാഖ്യാനിച്ച പ്രിൻസിപ്പൽ എന്തോ പ്രത്യേക ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ്, അദ്ദേഹം ഒരു തരത്തിൽ ഗുണ്ടാപ്രവർത്തനമാണ് നടത്തുന്നതെന്നൊക്കെ അങ്ങേപോലൊരു അധ്യാപകൻ അദ്ദേഹത്തിന് ചാപ്പ കുത്തുന്നത് നൈതികമായി ശരിയാണോ എന്ന് അങ്ങ് ആലോചിക്കണം. ഞാനത് വിടുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത് അവിടെ ഒറ്റപ്പെട്ട സംഭവമല്ല. അങ്ങേക്കറിയാമല്ലോ തിരുവനന്തപുരം ലോ കോളേജിൽ അങ്ങേയും എന്നെയും പോലെയുള്ള അധ്യാപകരെ എത്ര മണിക്കൂറുകളാണ് അധ്യാപകരുടെ മുറിയിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ പൂട്ടിയിട്ടിട്ടുള്ളത്. അങ്ങയുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ അങ്ങും ഞാനും കണ്ടതല്ലേ ഈ തലസ്ഥാന നഗരിയിൽ. ഞാൻ ദീർഘകാലം അധ്യാപകനായിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഞാനിവിടെ വിവരിക്കുന്നില്ല. അങ്ങേക്ക് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങയുടെ കോളേജിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങേക്കറിയാമല്ലോ. ഇവിടെ മഹാരാജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ കസേര എടുത്ത് ആ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ആ കോളേജിൻ്റെ ചരിത്രമുറങ്ങുന്ന കോളേജിൻ്റെ മുറ്റത്തിട്ട് കത്തിച്ച സംഭവം അങ്ങേക്കറിയാമല്ലോ. ഞാൻ പഠിപ്പിച്ച ഒരു കോളേജാണ് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്. അവിടുത്തെ പ്രിൻസിപ്പൽ രാജിവെച്ചപ്പോൾ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് കുഴിമാടം തീർത്തുകൊണ്ടാണ് കോളേജിൻ്റെ മുൻപിൽ. അങ്ങേക്കറിയാമല്ലോ കാര്യം. കാസർഗോഡ് കോളേജിലെ ഒരു വനിതാ പ്രിൻസിപ്പൽ പെൻഷൻ പറ്റിയിട്ടെന്ന് 4 മാസമായി അവർക്ക് 5 പൈസ പെൻഷൻ കിട്ടിയിട്ടില്ല. അവസാനം അവർ കോടതി അഭയം പ്രാപിച്ച് ഇന്നാണ് കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിടുന്നു അവർക്ക് പെൻഷൻ കൊടുത്തെങ്കിലേ മതിയാവുകയുള്ളൂ. കാരണം എന്താണ്? അവരുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ചെന്നപ്പോൾ അവർ വിദ്യാർത്ഥികൾക്കെതിരായി പ്രവർത്തിച്ചു എന്നുള്ള വ്യാജേന അവരെ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം സസ്പെൻഡ് ചെയ്തു. ആ തരത്തിലാണ് പ്രതികാരം വീട്ടുന്നത്. അപ്പോൾ അങ്ങ് ആലോചിക്കണം ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്. ഇത് വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. എന്നാൽ പൊതുസമൂഹത്തിലൂടെ ഇറങ്ങി വരുമ്പോൾ അങ്ങേക്കറിയാമല്ലോ എത്രയോ അന്വേഷണങ്ങൾ നടന്നിരിക്കുന്നു, എത്രയോ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു, പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു, അത് യൂണിവേഴ്സിറ്റിയിലെ നിയമരഹിതമായിട്ടുള്ള നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഒരുപാട് മേഖലകളിൽ നടന്നതായിട്ടുള്ള ചട്ടവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് എത്രയോ കമ്മീഷനുകൾ അന്വേഷിച്ചു. എൻ്റെ സ്നേഹിത, ഏതെങ്കിലും ഒരു കമ്മീഷൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒരു ചെറുവിരലെങ്കിലും ഇറക്കി ഒരു നടപടി എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും അന്വേഷണം എവിടെയെങ്കിലും പൂർത്തീകരിച്ചിട്ടുണ്ടോ?
നമുക്കറിയാമല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തുണ്ടെഴുതി കൊടുത്തിട്ട് ആശുപത്രി വികസന സമിതികളിലൊക്കെ ആളുകളെ നിയമിച്ചതായിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാമല്ലോ. മേയറുടെ ഓഫീസിൽ നിന്ന് അവരറിയാതെ ലെറ്റർ പാഡ് എടുത്തുകൊണ്ട് പോയി അതിൽ പേരെഴുതി കൊടുത്തിട്ട് നിയമനം നടത്തി. അത് കരാർ നിയമനമായിക്കോട്ടെ, എന്ത് നിയമനമായിക്കോട്ടെ, ഞാനൊന്നും വിസ്തരിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതൊന്നും നാം കാണാതെ പോകരുത്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, പൊതുരംഗത്താണെങ്കിലും ശരി, ക്രിമിനൽ വാസനകൾ ഉള്ളവരെയും ക്രിമിനൽ പ്രതികളെയും മയക്കുമരുന്നിലും കള്ളക്കടത്തിലുമൊക്കെ ഉൾപ്പെടുന്ന ആളുകളെയും ധനസമ്പാദനത്തിന് ഏതു മാർഗവും സ്വീകരിക്കുന്ന ആളുകളെയും ഏറ്റവും ഒടുവിൽ ഞെട്ടിപ്പിക്കുന്നതായ കഥ, പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറാകാൻ 60 ലക്ഷത്തിൻ്റെ ഉടമ്പടി അച്ചാരം വാങ്ങിച്ചവരെയൊക്കെ പറയുമ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. അതൊക്കെ സംഭവിക്കും, ഇതൊക്കെ നടക്കുന്ന സ്വാഭാവികമല്ലേ എന്നൊക്കെയാണ് മറു ചോദ്യം. എന്നിട്ട് പറയും ഞങ്ങൾ അന്വേഷിക്കും. നമുക്കറിയാമല്ലോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്വേഷണത്തോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഞങ്ങൾക്ക് കോടതിയുണ്ട്, ഞങ്ങൾക്ക് പോലീസുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഈ പാർട്ടിയിലുള്ളവരായിരുന്നല്ലോ, ഇന്നും അവകാശപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുകൊണ്ടൊന്നും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എല്ലാം നിർമ്മലീകരിക്കാമെന്നുള്ള ഒരു ചിന്ത പകരുന്നത് അങ്ങനെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ അത് സ്വീകരിക്കുമെന്ന് വിചാരിക്കരുത്. പാർട്ടി തിരിഞ്ഞു നോക്കണം, എവിടെയാണ് തകരാറ്. ഞാനാണ് ഇതിനകത്ത് പ്രശ്നക്കാരനെങ്കിൽ ഞാനിതാ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സർവ്വ അപരാധങ്ങൾ ഏറ്റുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തന ശൈലി മാറ്റാൻ ഇന്ന് വ്രതമെടുക്കുന്നു എന്ന് ആർജവത്തോടുകൂടി സമൂഹത്തോട് വിളിച്ചു പറയാൻ കഴിയുന്നെങ്കിൽ അദ്ദേഹത്തെ ജനം സ്വീകരിക്കും. അല്ലെങ്കിൽ 42 കാറുകളുടെ അകമ്പടിയോടുകൂടി, ഫയർ എഞ്ചിൻ്റെ അകമ്പടിയോടുകൂടി പോകേണ്ട ആര് വരും? ജനനായകൻ. അദ്ദേഹം പറഞ്ഞല്ലോ 2 ദിവസം മുമ്പ്, ഞാൻ ദാസനാണ്, ഞാൻ രാജാവല്ല, ദാസനാണല്ലോ പറയുന്നത്. ഞാൻ കണ്ടില്ല തലയ്ക്ക് ഈ ഹെൽമെറ്റ് വെച്ച് അടിച്ചതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് എൻ്റെ വാഹനത്തിന് മുമ്പിലേക്ക് 2 ചെറുപ്പക്കാർ ചാടി വന്നപ്പോൾ അവരെ രക്ഷിക്കാനായി അവിടുത്തെ ചില ആളുകൾ ചെന്നതാണ്. ആ രക്ഷയാണല്ലോ ഈ പറയുന്ന ചെടിച്ചട്ടി കൊണ്ടുള്ള അടിയും ഹെൽമറ്റ് കൊണ്ട് അവരിപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണ്. എവിടെ പോയി അന്വേഷണം? എവിടെയാണ് അന്വേഷണങ്ങൾ നടത്തി വേണ്ട രീതിയിൽ നടപടിയെടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഒരു നടപടി ഫലകരമായി എടുത്താൽ പോരാ, എടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്താത്തടത്തോളം കാലം നിങ്ങളുടെ വിശ്വാസ്യതയുടെ അടിവേരുകൾ നിങ്ങൾ തന്നെ അറക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അതെ, ശ്രീ പാണ്ഡ്യാല ഷാജി, ഇവിടെ മാധ്യമ സൃഷ്ടി ഇടതുപക്ഷത്തെ മാത്രം കേന്ദ്രീകരിച്ച് ആരോപണം നടത്തുന്നു. ഇതൊക്കെ ചിലരുടെ മാത്രം വിമർശനങ്ങളാണ്. തങ്ങൾ അങ്ങനെയൊന്നുമല്ല. തങ്ങൾ വിമർശിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിലും ജില്ലാ കമ്മിറ്റിയിലാണെങ്കിലും അത് പരസ്പരം വിമർശനാത്മക സ്വരമുയർത്തും, അത് തിരുത്തും. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നൊക്കെയാണ് അവകാശവാദം. ഒരു സാധ്യത, ഒരു വിദൂര സാധ്യത, അതൊരു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു എന്താ പറയുക നിലവാരമില്ലാത്ത ഒരു സ്വപ്നം മാത്രം ഭയങ്കര ഉപേക്ഷിക്കുക. അത് സാധ്യമല്ലാതെ. ഇതിനേക്കാളും ഒക്കെ പ്രധാനം എന്താ, അതിൽ MA ബേബിയെ പോലുള്ള ആളുകൾ ചെയ്തു വെക്കുന്ന ഏറ്റവും വലിയ കെടുതി എന്താന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വിമർശനം ഉണ്ടെന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ള വിമർശനം, യഥാർത്ഥമായ വിമർശനത്തെ സ്പർശിക്കാതിരിക്കുക, അതിനെ മൂടി വെക്കുകയും ചെയ്യുക. അതായത് നിലവിലുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയും നിലവിൽ ഈ മുഖ്യമന്ത്രിയും ഇയാളുടെ പരിവാരങ്ങളും നടത്തുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ, ജനവിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ എല്ലാ പ്രക്രിയകളെയും പരോക്ഷമായ പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ന്യായീകരണ സംഭവത്തിലേക്ക് വരുമ്പോഴാണ് ഇവർക്കൊരു വ്യവസായമായി മാറേണ്ടി വരുന്നത്. ഈ നുണ ഒരു വ്യവസായമായി മാറുമ്പോൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കാനുള്ള ശേഷിയുള്ളവനല്ലേ. ഈ ചിന്തിക്കാനുള്ള ശേഷിയുള്ളവന്റെ മനുഷ്യന്റെ സർഗാത്മകമായ വാസനകളെ അത് മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കി കളയുക. എന്നിട്ട് നിങ്ങൾ നിർബന്ധപൂർവ്വം ഇതാണല്ലോ വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചു എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ നേരത്തെ ഈ ജയരാജ് എന്ന് പറഞ്ഞ പ്രൊഫസർ പറയുന്നത് കേട്ടു, ഒരു തെരഞ്ഞെടുപ്പല്ല പ്രൊഫസറെ 2ാമത്തെ റൗണ്ടിലാണ് തോറ്റത്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റുവാങ്ങാനുള്ള എന്താ പറയാ ബാല്യം അതിനില്ല. അതില്ല എന്നതിന്റെ ഉദാഹരണമാണ് SFI ഈ രീതിയിൽ വഷളായി പോകുന്നത്. DYFI മറുഭാഗത്തായി പോകുന്നു. എല്ലാ മേഖലയും പാർട്ടി പൊളിഞ്ഞു, സർവ്വതും പൊളിയാണ്. ഇനി പൊളിയാൻ നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്ന് പറയുന്ന ഒറ്റ സാധനം ഏതാണെന്ന് പറയുന്നത് ഈ സന്നദ്ധ NGO സംഘടനകളും അതോടൊപ്പം തന്നെ കോളേജ് അധ്യാപക സംഘടനകളും പോലുള്ള സംഭവങ്ങൾ മാത്രമാണ്. മറ്റൊരു സാധനവും ഇല്ല. ബാക്കിയെല്ലാം പൊളിഞ്ഞു. പൂക്കാസ വരെ ഒന്നിനും കൊള്ളാത്ത സംഭവമായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഈ സമസ്ത മേഖലകളിൽ ഇത് തകരുന്നതിനിടയാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തത് രാഷ്ട്രീയം ദുർബലമായി എന്നും. രാഷ്ട്രീയം ഒരിക്കലും സംസാരിക്കാതിരിക്കുകയും മുഴുവൻ ആളുകളെയും ഓട്ടിക്കാനും കക്കാനും
ധനസമ്പാദനത്തിനോ മാത്രം ഒരു ഉപകരണമായി ഈ പാർട്ടിയെ മാറ്റി തീർത്തത് ആര് എന്നതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ബേസിക് ആയിരിക്കുന്ന ചോദ്യം. ഇതാണ് ബേസിക് ആയ ചോദ്യം. ഇതാണ് നിങ്ങളിപ്പോ ആ പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരു ശുദ്ധരായ പാർട്ടി സഖാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ ഒരാൾ കറപ്റ്റ് അല്ലാതിരിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചാട്ടെ. സർവേ ആളുകളും കറപ്റ്റായി മാറുന്നു. ഇല്ലെങ്കിൽ ഇവരെ കറപ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ്. ഈ കറപ്റ്റ് ആക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക, അയാൾക്കെതിരെ വരാവുന്ന മുഴുവൻ ഡാറ്റയും കണക്ട് ചെയ്ത് വെക്കുക. ഇത് ജോർജ് ഓർവലിന്റെ സാമ്രാജ്യത്തിനകത്ത് നിന്നുള്ള ഭരണരീതിയുടെ മറ്റൊരു വേർഷനാണ് ഈ സാധനം. അതിനർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരിക്കൽ പോലും അയാൾക്കെതിരെ സംസാരിക്കാൻ നാവ് പൊങ്ങില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നാവ് പൊങ്ങാതെ നാവ് അറത്തു മാറ്റിയിട്ട് ഇയാൾ ചെയ്യുന്ന സർവമാന വൃത്തികേടുകൾക്കും അധപ്പതനങ്ങൾക്കും നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരൻ മാത്രമായി മാറുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്നതിനേക്കാൾ പ്രധാനമായി അത് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന്റെ രൂപരേഖയും നിർമ്മിച്ചു എന്നതാണ് ഇയാൾക്കെതിരെ വരുന്ന ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റാരോപണം. അവിടെ അത്തരം ഒരു കുറ്റാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം എനിക്ക് മുൻപ് സംസാരിച്ചിരിക്കുന്ന പ്രൊഫസർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ആവർത്തിക്കുന്ന ഈ സംഭവം എല്ലാം ഉണ്ടായിട്ട് ചെടിച്ചട്ടിയെടുത്ത് പൊട്ടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്ന സമ്പൂർണ്ണ നിയമസഭക്കകത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്നാണ്. ഈ കേരളത്തിലെമ്പാടുമുള്ള മുഴുവൻ ആളുകളും വിഷ്വൽ മീഡിയയിൽ കണ്ടതാണല്ലോ ഈ ചെടിച്ചട്ടി എടുത്ത് അടിച്ച് തലപടരുന്നത്. അതിനർത്ഥം എന്താണ്? ലോകത്ത് ഇത് കണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും അന്ധന്മാരാണെന്നല്ലേ? അല്ലേ? എന്റെ കണ്ണ് മാത്രം ശരി, എന്റെ കണ്ണ് മാത്രം ശരി, നിങ്ങളുടെ എല്ലാ കണ്ണുകൾക്കും എന്തായിത്തീർന്നു? അന്ധത ബാധിച്ചിരിക്കുന്നു എന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന അല്പത്തരം ദാർഢ്യം, ധിക്കാരം. ആ ധിക്കാരത്തെ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ആ അർത്ഥം എന്താണെന്നറിയോ? ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ആളുകളെ മുഴുവൻ മുഖത്ത് കാറി തുപ്പിയതിന് തുല്യമായിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്തരം ഒരു എന്താ പറയുക എത്ര വൃത്തികെട്ട രീതിയിൽ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത്. ഏത് അധ്യാപകരെ തല്ലിയെന്ന്? ഏത് അധ്യാപകർ? ഞാൻ കോളേജ് കോളേജിരുന്നാണ് തെറ്റില്ലാത്ത കോളേജിനകത്ത് പഠിക്കുകയും ചെയ്തിട്ട് തെറ്റില്ലാത്ത കോളേജിൽ SFI നേതാവായിട്ടുണ്ട്. ഒരൊറ്റ അധ്യാപകരെ സംസാരിച്ചിട്ടാവും, എതിർത്തിട്ടാവും, വിയോജിച്ചിട്ടാവും. പക്ഷേ അധ്യാപകന്റെ കരണക്കുറ്റി അടിച്ചു കൂട്ടിക്കലോ? അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഒരു പ്രൊഫസറോ? എന്ത് പ്രൊഫസറാണ് നിങ്ങൾ? എനിക്കിപ്പോഴും ബ്രണ്ണൻ കോളേജിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രൊഫസറെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കിപ്പോഴും അവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ മുട്ടടിക്കും. കാരണം എന്താ അറിയാ? ഞാൻ പ്രൊഫസർ ആയിട്ടില്ല എന്നതുകൊണ്ടാണ്. ഞാൻ പ്രൊഫസർ ആയിട്ടില്ല. അത് ആവാണ്ട് അധ്വാനം എത്രയാണ്? ഇത് ഒരു വസ്തുവില്ലാതെ വരുത്തുന്ന അറിയാ? ഈ പാർട്ടി ബലത്തിനകത്തോ PTA സ്വാധീനിച്ചു അതിനകത്ത് കോളേജിനകത്ത് കയറിയിട്ട് കയറിയിരിക്കുന്നവരാണ് ഈ ഡോക്ടറേറ്റും ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന വിരൽ ചൂണ്ടി സംസാരിച്ച് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും തിരുത്താൻ തയ്യാറാകാത്ത രാഷ്ട്രീയ ധാർഷ്ട്യത്തിന് മുന്നിൽ പൊതുജനങ്ങൾ തന്നെ തിരുത്തേണ്ടി വരും. അക്കാലം വിദൂരമല്ല എന്ന് ഓർമ്മിക്കുന്നത് എപ്പോഴും CPM-നെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ് എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.